ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നേരെ പാഞ്ചാലിമേട്ടിലേക്കാണ്. ഈ കാണുന്നത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു വ്യൂ പോയിൻ്റാണ്. സ്വിഫ്റ്റ് കാറിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട വ്യൂ പോയിൻ്റ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് ഈ വ്യൂ പോയിൻ്റ്. രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. നല്ല കോടമഞ്ഞൊക്കെ നിറഞ്ഞ് അടിപൊളിയായിട്ട് നിൽക്കുക. അങ്ങനെ ഞങ്ങളിത് KK റോഡിൽ എത്തിയിരിക്കുകയാണ്. KK റോഡിൽ നിന്ന് ഒരു 4.5 കിലോമീറ്റർ അകലെയാണ് പാഞ്ചാലിമേട്. ഞങ്ങളങ്ങനെ പാഞ്ചാലിമേട് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. ഇപ്പം മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചാറ്റൽ മഴയാണിപ്പോൾ. മഴ അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ റെയിൻ കോട്ട് ഇട്ടിട്ട് നേരെ പുറത്തോട്ട് ഇറങ്ങി. ഈ കാണുന്നതാണ് പാഞ്ചാലിമേട് എൻട്രി. ഇവിടെ എൻട്രി പെയ്ഡാണ്, ഫ്രീ അല്ല. ഒരാൾക്ക് 25 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഗൂഗിൾ പേ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് 15 മിനിറ്റ് മാറി മാറി വരുന്ന ക്ലൈമറ്റാണ്. മഴ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞാൽ നേരെ കോടമഞ്ഞ് വരും. അത് കഴിഞ്ഞാൽ നേരെ വെയിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർ റെയിൻ കോട്ട് എന്തായാലും കരുതണം. ഞങ്ങളിവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് 100 രൂപയുടെ റെയിൻ കോട്ടാണ് മേടിച്ച് ഇട്ടേക്കുന്നത്. ദേശീയപാത 183 മുറിഞ്ഞപ്പുഴയിൽ നിന്ന് കണങ്കവയൽ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്ത് നിന്ന് വരുമ്പോൾ മുണ്ടക്കയം തെക്കേമല വഴിയും ഇവിടെ എത്തിച്ചേരാം. മുണ്ടക്കയത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരെയാണ് പാഞ്ചാലിമേട്. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. പിന്നെ അറിയാലോ, ഇവിടുത്തെ ഏറ്റവും വലിയ സൗന്ദര്യം വ്യൂ പോയിന്റ് ആണ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ചിങ്. അപ്പോൾ നമുക്ക് നേരെ വ്യൂ പോയിന്റ് കാണാൻ പോവാം. ഇവിടെ സിപ്പ് ലൈൻ അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അത് ഓപ്പൺ അല്ലായിരുന്നു. ഒരു 9-10 മണിക്ക് എന്തോ ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം ചാറ്റൽ മഴയുണ്ട്. ആ കാണുന്ന പട്ടിക്കൂട്ടം ഞങ്ങളുടെ കൂടെ താഴത്തുനിന്ന് കയറി വന്നത് കേട്ടോ. അവൻ ഞങ്ങളോട് ഇവിടം വരെ നടന്നെത്തി. നല്ല കോടമഞ്ഞൊക്കെ നിറഞ്ഞ് സെറ്റായിട്ട് നിൽക്കുവാണ്. പാഞ്ചാലിമേടിലോട്ട് വരാത്തവർ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ മഴവില്ലുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മഴവില്ല് കാണാനായിട്ട്. ആ കാണുന്ന വഴിയിൽ നിന്നാണ് ഞങ്ങൾ നേരെ കയറി ഇങ്ങോട്ട് പോകുന്നത്. മഴവിൽ അങ്ങനെ സെറ്റായിട്ട് നിൽക്കണം കേട്ടോ. കാണാൻ തന്നെ എന്നാ ഭംഗിയാ. ഇടുക്കി വൈബ്സ്. എന്തായാലും നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ മഴ സീസണിൽ തന്നെ വരണം. അടിപൊളി എക്സ്പീരിയൻസ് ആണ്.
പാഞ്ചാലി മണ്ണിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.